നമസ്കാരം, എല്ലാവർക്കും MCQ ഡിസ്കഷനിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ഇൻഫ്ലേഷൻ മെഷേഴ്സ്? താഴെ കൊടുത്തിരിക്കുന്നതിനകത്ത് ഇൻഫ്ലേഷൻ മെഷർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റൈറ്റ് ആൻസർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ദ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്. പോപ്പുലേഷൻ്റെ ഗ്രോത്ത് റേറ്റിൻ്റെ ഇൻക്രീസ് ആണ് ഇൻഫ്ലേഷനെ മെഷർ ചെയ്യുന്നതെന്നാണ് ഒന്നാമത്തെ ഓപ്ഷനിൽ പറയുന്നു. ഓപ്ഷൻ ബി, ദ ഡിക്രീസ് ഇൻ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കുറയുന്നതിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. ഓപ്ഷൻ സിയിൽ പറയുന്നു, ദ ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓവർ ടൈം. ദെൻ കാലങ്ങൾ കഴിയുന്തോറും ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ വില കൂടുന്നത്, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കൂടുന്നതിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നതെന്ന് പറയുന്നു. ഓപ്ഷൻ ഡിയിൽ പറയുന്നു, ദ സ്റ്റെബിലൈസേഷൻ ഓഫ് ദ എക്കോണമി. എക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിനെയാണ് ദെൻ ഇൻഫ്ലേഷൻ മെഷറായിട്ട് ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നു. അങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. ഏതായിരിക്കും റൈറ്റ് ആൻസർ? ദെൻ നമുക്കൊക്കെ അറിയുന്ന പോലെ ഇൻഫ്ലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ദ ജനറൽ റൈസ് ഇൻ പ്രൈസ്. സാധനങ്ങളുടെ വില കൂടുന്നതിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് വിളിച്ചത്. ഇന്ന് നമുക്ക് 1 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാധനം നാളെ നമ്മൾ മേടിക്കാൻ ചെല്ലുമ്പം 1 രൂപ 10 പൈസ ആയെങ്കിൽ, അല്ലെങ്കിൽ 100 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാധനത്തിന് 105 രൂപ കൊടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായാൽ അതിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് വിളിച്ചത്. ക്വാണ്ടിറ്റി കൂടുന്നില്ല, പക്ഷേ പ്രൈസ് കൂടുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റൈറ്റ് ആൻസർ ഏതായിരിക്കും? Then option C, the right answer, the increase in price of goods and service over a time. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കൂടിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് ഇൻഫ്ലേഷൻ എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ഇൻഫ്ലേഷൻ അഫക്ട് ദ പർച്ചേസിംഗ് പവർ ഓഫ് മണി? ഇൻഫ്ലേഷൻ സംഭവിക്കുമ്പോൾ അത് പർച്ചേസിംഗ് പവറിനെ, അല്ലെ പൈസയുടെ മൂല്യത്തിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പറയുന്നു, ഇറ്റ് ഡിക്രീസസ് ദ പർച്ചേസിംഗ് പവർ, ദ മീനിങ് മണി, ബൈ ഫ്യൂവർ ഗുഡ്സ് ആൻഡ് സർവീസ് ഓവർ ടൈം. ദെൻ ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നതാണ് പർച്ചേസിംഗ് പവർ കുറയുന്നു, ഡിക്രീസ് ചെയ്യുന്നു. ദെൻ മണി, അല്ലെങ്കിൽ നമ്മൾ സാധനം മേടിക്കുന്ന ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ സർവീസ് നമ്മൾ നേടുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു? പണത്തിൻ്റെ വാല്യൂ കുറയുന്നത് മൂലം ദെൻ സാധനങ്ങളുടെ ക്വാണ്ടിറ്റിയിൽ കുറവുണ്ടാകുന്നു. അതാണ് ഓപ്ഷൻ എയിൽ പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞ് ഇത്രേ ഉള്ളൂ. നമ്മുടെ പർച്ചേസിങ് പവർ നമ്മൾ കുറയുന്നു, അതായത് പണത്തിൻ്റെ മൂല്യം കുറയുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് സാധനത്തിൻ്റെ ക്വാണ്ടിറ്റി, ഗുഡ്സിനും സർവീസിനും കിട്ടിക്കൊണ്ടിരുന്ന ക്വാണ്ടിറ്റിയിൽ കുറവുണ്ടാകുന്നു, അല്ലെങ്കിൽ ആ പൈസയ്ക്ക് മേടിച്ചുകൊണ്ടിരുന്ന സാധനത്തിൻ്റെ വാല്യൂ കുറയുന്നു എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ബി പറയുന്നു, ഇറ്റ് ഇൻക്രീസ് ദ പർച്ചേസിംഗ് പവർ. നേരെ തിരിച്ചു പറയുന്നു, പർച്ചേസിംഗ് പവർ എന്ത് ചെയ്യുന്നു? കൂടുന്നു എന്നാണ് പറയുന്നത് ഇൻഫ്ലേഷൻ സംഭവിക്കുമ്പോൾ. ദെൻ സാധനങ്ങളും സേവനങ്ങളും, ദ മീനിങ് ദ മണി ബൈ മോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓവർ എ ടൈം. ദെൻ അതുകൊണ്ട് തന്നെ കൂടുതൽ സാധനങ്ങൾ ഇൻഫ്ലേഷൻ സമയത്ത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടും തമ്മിൽ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ഒന്നിൽ പറയുന്നത് നമുക്ക് പണപ്പെരുപ്പം ഉണ്ടാകുമ്പോഴത്തേക്ക് പർച്ചേസിങ് പവർ കുറയുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനത്തിൻ്റെ അല്ലെ സർവീസിൻ്റെ ക്വാണ്ടിറ്റിയിൽ കുറവ് സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ദെൻ രണ്ടാമത്തെ ഓപ്ഷനിൽ പറയുന്നു പർച്ചേസിങ് പവർ ഇൻക്രീസ് ചെയ്യുന്നു, അതുകൊണ്ട് കൂടുതൽ സാധനങ്ങൾ ഇൻഫ്ലേഷൻ സമയത്ത് നമുക്ക് പർച്ചേസ് ചെയ്യാമെന്ന് പറയുന്നു. ഓപ്ഷൻ സി പറയുന്നു, ഇറ്റ് ഹാസ് നോ എഫക്ട് ഓൺ ദ പർച്ചേസിംഗ് പവർ ഓഫ് മണി. ഇൻഫ്ലേഷൻ സംഭവിച്ചാൽ പർച്ചേസിംഗ് പവറിൽ യാതൊരു വ്യത്യാസവും ഇല്ല. നമ്മൾ എങ്ങനെയാണോ പാസ്റ്റിൽ പർച്ചേസ് ചെയ്യുന്നത് അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യാം, അതേ ക്വാണ്ടിറ്റി തന്നെ നമുക്ക് കിട്ടുമെന്ന് പറയുന്നു. ഓപ്ഷൻ ഡിയിൽ പറയുന്നു, ഇറ്റ് സ്റ്റെബിലൈസ് ദ വാല്യൂ ഓഫ് മണി. പണത്തിൻ്റെ വാല്യൂവിനെ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു ഇൻഫ്ലേഷൻ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ, ഇറ്റ് ഡിക്രീസസ് ദ പർച്ചേസിംഗ് പവർ, ദ മീനിങ് ദ മണി ബൈസ് ദ ഫ്യൂവർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓവർ എ ടൈം. അല്ലേ? അപ്പോൾ പണത്തിൻ്റെ മൂല്യം ഇൻഫ്ലേഷൻ സംഭവിക്കുമ്പം കുറയുവാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ അതുകൊണ്ട് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സിലും സർവീസിലും ക്വാണ്ടിറ്റിയിൽ കുറവ് സംഭവിക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് മാത്രമേ നമുക്ക് ബൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. ദെൻ 100 രൂപയ്ക്ക് 1 ലിറ്റർ പെട്രോൾ കിട്ടിയിരുന്ന സാധനം നമുക്ക് ഇൻഫ്ലേഷൻ സംഭവിച്ചു. ഇൻഫ്ലേഷൻ സംഭവിച്ചപ്പോഴത്തേക്ക് അത് 105 രൂപയായെങ്കിൽ 5 രൂപ അഡീഷണൽ കൊടുത്താലേ നമുക്ക് 1 ലിറ്റർ പെട്രോൾ കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ മേടിച്ചുകൊണ്ടിരുന്ന സാധനത്തിൻ്റെ
ക്വാണ്ടിറ്റിയിൽ കുറവുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് മാത്രമേ നമുക്ക് മേടിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം വരെ എനിക്ക് 100 രൂപയ്ക്ക് 1 ലിറ്റർ പെട്രോൾ കിട്ടിക്കൊണ്ടിരുന്നു. ദെൻ അതേ സാധനം ഞാൻ 105 രൂപ കൊടുത്തു 1 ലിറ്റർ കിട്ടാൻ, അല്ലെങ്കിൽ 100 രൂപ കൊടുത്താൽ 1 ലിറ്ററിൽ താഴെ എനിക്ക് കിട്ടത്തുള്ളൂ. അതാണ് ദെൻ ഇൻഫ്ലേഷൻ കൊണ്ട് പർച്ചേസിങ് പവറിൽ ഉണ്ടായിരിക്കുന്ന റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയി കഴിഞ്ഞാൽ, which of the following is the potential consequence of high inflation on loan repayment? Then ഇൻഫ്ലേഷൻ ഏറ്റവും കൂടി നിൽക്കുന്ന അവസ്ഥയിൽ ലോണിൻ്റെ റീപേയ്മെൻറ്റിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് ഇൻഫ്ലേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ്. ഓപ്ഷൻ എ, ലോവർ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് മന്ത്ലി ഉള്ള ഇൻസ്റ്റാൾമെൻറ്റ് അല്ലെങ്കിൽ EMI എന്ന് പറയുന്നത് ഏറ്റവും കുറവായിരിക്കും. റിയൽ വാല്യൂ ഓഫ് EMI ഡിക്രീസ്, നമ്മുടെ EMI ആയിട്ട് അടയ്ക്കുന്ന എമൗണ്ടിൻ്റെ റിയൽ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓപ്ഷൻ സി പറയുന്നു ഫിക്സഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്, ഇതൊരു ഫിക്സഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് ആണ് എന്ന് പറയുന്നു. ഇൻഫ്ലേഷൻ്റെ യാതൊരു ഇതിൽ അഫക്റ്റ് ചെയ്യുന്നില്ല. അടുത്ത നോ ഇമ്പാക്റ്റ് ഓൺ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്. ഓക്കെ, അങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തായിരിക്കും ഇതിൻ്റെ റൈറ്റ് ആൻസർ നോക്കാം. ദെൻ the right answer is option B, the real value of EMI decrease. അതായത് ഇൻഫ്ലേഷൻ സംഭവിക്കുന്നു, അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുന്നു, അല്ലെ പർച്ചേസിങ് പവർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, പണത്തിൻ്റെ മൂല്യം എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ഹൈ ഇൻഫ്ലേഷൻ ഓൺ ലോൺ റീപേയ്മെൻറ്റ്, അത് ലോൺ റീപേയ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലോണിൻ്റെ റീപേയ്മെൻറ്റ് എന്താണ്? ഞാൻ ഒരു 3 വർഷം മുമ്പ് ഒരു ലോൺ എടുത്തു. 3 വർഷം മുമ്പ് എടുത്ത ലോണിൻ്റെ EMI ഒരു 3000 റുപ്പീസ് ആണെന്ന് വിചാരിക്കുക. ആ 3000 റുപ്പീസ് അടുത്ത 5 വർഷത്തേക്ക് ഞാൻ അടച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ അടച്ചുകൊണ്ടിരുന്ന ആ 3000 റുപ്പീസ് എന്ന് പറയുന്നത് ഇപ്പോഴും ഞാൻ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും എനിക്ക് എന്താണ് 2 വർഷം കൂടെ അടയ്ക്കാനുണ്ട്, അതും 3000 റുപ്പീസ് തന്നെയാണ് ഞാൻ അടച്ചുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? പണത്തിൻ്റെ മൂല്യം കുറയുന്നുണ്ട്, EMIയുടെ വാല്യൂ സെയിമായിട്ട് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താ ആക്ച്വലി സംഭവിക്കുന്നത്? റിയൽ വാല്യൂ ഓഫ് EMI ഡിക്രീസ്. ദെൻ ഇന്നാണ് ഞാൻ ആ ലോൺ എടുത്തിരുന്നതെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ എന്താണ് EMI കൊടുക്കേണ്ട വന്നേനെ. ഞാൻ 3 വർഷം മുമ്പ് ആ EMI എടുത്തത് കൊണ്ട്, അല്ലെങ്കിൽ ലോൺ സാങ്ഷൻ ആയതുകൊണ്ട് എൻ്റെ EMIയുടെ വാല്യൂവിൽ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെ കുറവ് സംഭവിച്ചേ? ഇൻഫ്ലേഷൻ ഉണ്ടായത് കൊണ്ട് ദ റിയൽ വാല്യൂ ഓഫ് EMI ഡിക്രീസ് ചെയ്തു. അതാണ് ദെൻ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ഹാപ്പൻ ടു ദ പർച്ചേസ് പവർ ഓഫ് എ ഫിക്സഡ് ഇൻകം ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഹൈ ഇൻഫ്ലേഷൻ? എന്താണ് സംഭവിക്കുന്നത്? പർച്ചേസിംഗ് പവർ ഓഫ് ഫിക്സഡ് ഇൻകത്തിൽ പർച്ചേസിംഗ് പവറിൽ എന്താ സംഭവിക്കുന്നത് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഹൈ ഇൻഫ്ലേഷൻ സംഭവിക്കുമ്പോൾ ഫിക്സഡ് ഇൻകത്തിലെ പർച്ചേസിംഗ് പവറിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ദെൻ ഇറ്റ് ഇൻക്രീസ്. ഓപ്ഷൻ ബി പറയുന്നു ഇറ്റ് ഡിക്രീസസ്. ഓപ്ഷൻ സി പറയുന്നു ഇറ്റ് റിമെയിൻ അൺചേഞ്ച്ഡ്. ഓപ്ഷൻ ഡി പറയുന്നു ഇറ്റ് ഫ്ലക്ച്വേറ്റ് റാൻഡംലി. 4 ഓപ്ഷൻസ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ദെൻ ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, ഇറ്റ് ഡിക്രീസസ്. അല്ലെ, ഫിക്സഡ് ഇൻകത്തിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? ഇൻഫ്ലേഷൻ്റെ സമയത്ത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദെൻ നമ്മൾ കഴിഞ്ഞ 5 വർഷമായിട്ട് എന്താണ് ഒരു റെൻറ്റിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഒരു റെൻറ്റ് എനിക്ക് കിട്ടിക്കൊണ്ടിരിപ്പുണ്ട്. ഒരു 5000 റുപ്പീസാണ് റെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഫിക്സഡ് ഇൻകമാണ്, എല്ലാ മാസവും 5000 റുപ്പീസ് വെച്ച് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് ഈ എമൗണ്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെ എൻ്റെ ഫിക്സഡ് ഇൻകം ഞാൻ പുതുക്കിയിട്ടില്ല എന്ന് വിചാരിക്കുക. ദെൻ എന്താ സംഭവിക്കുന്നത്? ഇൻഫ്ലേഷൻ വന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 4 വർഷം മുമ്പ് അല്ലെങ്കിൽ 5 വർഷം മുമ്പ് എനിക്ക് 5000 റുപ്പീസ് കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വർത്തായിരുന്നു. കാരണം എനിക്ക് ആ 5000 റുപ്പീസിന് ധാരാളം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കുമായിരുന്നു, അല്ലെ ധാരാളം ഗുഡ്സ് ആൻഡ് സർവീസ് എനിക്ക് ലഭിക്കുമായിരുന്നു. 5 വർഷങ്ങൾക്ക് ഇപ്പുറം ഇൻഫ്ലേഷൻ ഹൈ ആയി നിൽക്കുകയാണ് മാർക്കറ്റിൽ. ദെൻ ഇൻഫ്ലേഷൻ ഹൈ ആയി നിൽക്കുമ്പോൾ എനിക്ക് ആ 5000 റുപ്പീസ് കിട്ടിയാൽ 5 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് സാധിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ആ 5000 റുപ്പീസിന് ഇന്ന് സാധിക്കുന്നില്ല. കാരണം സാധനങ്ങളുടെ എല്ലാം വില കൂടി. അപ്പോൾ ഫിക്സഡ് ഇൻകത്തിൻ്റെ വാല്യൂവിൽ എന്ത് സംഭവിച്ചു? ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഹൈ ഇൻഫ്ലേഷൻ ഡിക്രീസസ്. അതിൻ്റെ എമൗണ്ട് ഡിക്രീസ് ആയി എന്നാണ് പറയുന്നത്. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, ഇറ്റ് ഡിക്രീസസ്. ദെൻ നെക്സ്റ്റ് വൺ,
ഹൗ ഡസ് ഇൻഫ്ലേഷൻ ഇമ്പാക്ട് ദ കോസ്റ്റ് ഓഫ് ലിവിങ് ഫോർ ഇൻഡിവിജ്വൽസ് ആൻഡ് ഫാമിലി? ദെൻ ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പം നമ്മുടെ കോസ്റ്റ് ഓഫ് ലീവിങ് അല്ലെ ഇൻഡിവിജ്വൽസിന്റെ ഫാമിലിയുടെ വ്യക്തികളുടെ കോസ്റ്റ് ഓഫ് ലീവിങ്സിൽ എന്ത് സംഭവിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പറയുന്നു ഇറ്റ് റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും കോസ്റ്റ് കുറയുന്നു. എപ്പോഴാണ്? ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത്. ഓപ്ഷൻ ബി പറയുന്നു ഇറ്റ് ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസിന്റെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നെന്ന് പറയുന്നു. ഓപ്ഷൻ സി പറയുന്നു ഇറ്റ് ഹാസ് നോ ഇമ്പാക്ട് ഓൺ ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നില്ല ഗുഡ്സ് ആൻഡ് സർവീസിന്റെ കോസ്റ്റിൽ എന്നാണ് പറയുന്നത്. അടുത്ത് പറയുന്നു ഇറ്റ് സ്റ്റെബിലൈസ് ദ എക്കോണമി. എക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത് കൊണ്ട് ഇൻഡിവിജ്വൽസിന്റെ അല്ലെ ഫാമിലിയുടെ കോസ്റ്റ് ഓഫ് ലിവിങ്ങിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ചെലവിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഇറ്റ് ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് സംഭവിക്കുന്നത്. അതായത് കൂടുതൽ പൈസ ഞാൻ മുടക്കിയാൽ മാത്രമേ എനിക്ക് ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരു കൺട്രിയിൽ എനിക്ക് ജീവിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എനിക്ക് ജീവിക്കണമെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് എനിക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടി വരുന്ന കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ദെൻ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഇറ്റ് ഇൻക്രീസസ് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. Then, next one, what is the primary reason the financial institution adjusts the interest rate and EMI during the period of high inflation? അപ്പോൾ ഹൈ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് ദെൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ടു ഡിസ്കറേജ് ബോറോവിങ്സ്. ബോറോവിങ്ങിനെ ഡിസ്കറേജ് ചെയ്യാനാണ്. ഓപ്ഷൻ ബി ടു എൻകറേജ് ബോറോവിങ്സ്. കൂടുതൽ ആൾക്കാരെ കൊണ്ട് ബോറോ ചെയ്യിക്കാനാണ്. ഓപ്ഷൻ സി ടു മെയിൻറ്റെയിൻ ദ സ്റ്റേബിൾ ഇൻഫ്ലേഷൻ റേറ്റ്. ഒരു ഇൻഫ്ലേഷൻ റേറ്റിനെ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത്. ടു എലിമിനേറ്റ് ഇൻഫ്ലേഷൻ എൻറ്റയർലി. മാർക്കറ്റിലുള്ള ഇൻഫ്ലേഷനെ എൻറ്റയർ ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നു. എന്തായിരിക്കും റൈറ്റ് ആൻസർ? The right answer is option A to discourage borrowings. ബോറോവിങ്സിനെ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത്. അതായത് ഹൈ ഇൻഫ്ലേഷൻ നടക്കുന്ന പീരീഡിൽ ദെൻ ബാങ്കുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദെൻ അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. ആ ഇൻട്രസ്റ്റ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്, അല്ല ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ദെൻ ഡിസ്കറേജ് ബോറോവിങ്സ്. ആൾക്കാരെ കൊണ്ട് ബോറോ ചെയ്യുന്നത് ഡിസ്കറേജ് ചെയ്യുക. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ ബോറോ ചെയ്യുന്നത് നിർത്തും. അങ്ങനെ ഡിസ്കറേജ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിലോട്ടുള്ള ഫണ്ടിൻ്റെ അളവ് കുറയ്ക്കുകയും ഇൻഫ്ലേഷനെ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളതാണ്. ദെൻ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ടു ഡിസ്കറേജ് ബോറോവിങ്സ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പം ക്വസ്റ്റ്യൻസ് മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് അറിയിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും പുതിയൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.